ഇന്നൊരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നോക്കിയാലോ. അതായത് ഇന്ന് നമ്മൾ ധാവണിയിലേക്കും അതുപോലെ പട്ടുപാവാടയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇന്ന് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ക്രോപ്പ് ടോപ്പ്. ക്രോപ്പ് ടോപ്പ് നമ്മൾ പല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഒന്ന് നമ്മൾ പ്രിൻസസ് കട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യും, മറ്റത് നമ്മൾ നോർമൽ ബ്ലൗസിൻ്റെ രീതിയിലും സ്റ്റിച്ച് ചെയ്യലുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു +2 ആ ഒരു ഏജിലൊക്കെ ഉള്ള കുട്ടികളുണ്ടാവില്ലേ, അതായത് 34 ചെസ്റ്റ് റൗണ്ടുള്ള കുട്ടികളുടെ മെഷർമെൻറ്റാണ് ഞാനിന്ന് ചെയ്യുന്ന ഈ ക്രോപ്പ് ടോപ്പിൻ്റെ മെഷർമെൻറ്റ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 16 അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് സീം എലവൻസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 18 ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ ഷോൾഡർ 6 എടുത്തു, നെക്ക് വിഡ്ത്ത് 2.5, അതുപോലെ ആം ഹോള് 7 എടുത്തിട്ടുണ്ട്. ഇത് ചെസ്റ്റ് റൗണ്ട് 34 ആണ്. അപ്പോൾ 34നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് കാണാം. അതുപോലെ വേസ്റ്റ് റൗണ്ട് 28 ആണ്. അതുപോലെ 28ന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സീം അലവൻസ് എന്ന് പറയുന്നത് ഞാൻ 2 ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് 2 കൂട്ടിയെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിലേക്ക് ടെക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ 4 ഭാഗത്ത് ടെക്കും അതുപോലെ പടി വെക്കുക, കൊളുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പടി വെക്കേണ്ടത് കൊണ്ട് ഞാൻ ഇതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാവശ്യപ്പെട്ടത് വീനെക്കായിരുന്നു കേട്ടോ. അപ്പോൾ വീനെക്ക് ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് വീനെക്ക് ഇതിലേക്ക് ആഡ് ചെയ്തത്. അതുപോലെ നമ്മൾ ഈ ക്രോപ്പ് ടോപ്പ് ഇതൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് കൊളുത്ത് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തുന്നിയിട്ടെടുക്കുന്ന ഒരു രീതിയും ഉണ്ട്, അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു രീതിയും കൂടി ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ ഇപ്പോഴും നമ്മൾ തുന്നിയിട്ടെടുക്കുന്ന ആ ഒരു രീതി ആകുമ്പോൾ ഒന്നുകൂടി ഒരു ഉറപ്പുണ്ടാവും. കാരണം ഇതിപ്പോൾ ബാക്ക് പാർട്ടൊക്കെയാണ് നമ്മൾ ആ കൊളുത്തിടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണവശാൽ ചിലപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ കൊളുത്ത് കഴിഞ്ഞ് പോകുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ. അതുപോലെ ഇതിലേക്ക് ഞാൻ കൈ ആഡ് ചെയ്തത് പഫാണ് കേട്ടോ, അതായത് 1 സൈഡ് പഫ്. നമ്മൾ നോർമൽ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്തിനോട് ഞാനൊരു 3.5 ആഡ് ചെയ്ത് ആ 3.5 നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് ഈ പഫിൻ്റെ കൈ അടിച്ചെടുത്തത് കേട്ടോ. സ്ലീവിന് വേണ്ടിയിട്ട് ഈ പഫ് ഞാനിതിലേക്ക് ആഡ് ചെയ്തത് ഈ ഒരു രീതിയിലാണ്. പക്ഷേ ഇന്ന് ഈ കോളേജ് കുട്ടികൾ അങ്ങനെയുള്ള അവരൊക്കെ ഈ ഒരു സ്ലീവാണ് അധികവും ബ്ലൗസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പക്ഷെ നല്ല ഭംഗിയാണ്. അതിനനുസരിച്ച് നമ്മളൊരു സ്ലീവ്, അതായത് ഒരു മുട്ടിന് താഴെ, ഏകദേശം കുറച്ചൊരു മുട്ടിന് താഴേക്ക് വെച്ചിട്ട് നമ്മൾ ലെങ്ത്ത് എടുക്കുക കേട്ടോ. അതുപോലെ ഇതിലേക്ക് സ്റ്റിച്ചിങ് ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല, ചെറുതായി ഷോർട്ടാക്കിയിട്ട് കാണിക്കണുള്ളൂ. നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങുള്ള പാർട്സിന് മുഴുവനായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ പിന്നെ ലൈനിങ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഏതൊരു ഡ്രസ്സിനായാലും നമ്മൾ ലൈനിങ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കാലം നിലനിൽക്കുന്നതിന് സഹായിക്കും.